ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ ഇരിട്ടി കച്ചേരിക്കടവാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ മലയോരത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ സ്വന്തം ഡോക്ടർ ദിവ്യ സാൻഡിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ്. ഈ അഭിമാന നേട്ടം കൈവരിച്ചത് എങ്ങനെയാണെന്നല്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രസതന്ത്രത്തിൽ PhD കരസ്ഥമാക്കിയ ദിവ്യ സാൻഡിൻ്റെ വിശേഷങ്ങൾ. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതുവഴി പോകും തിങ്കളേ കാണാതമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ. ഡോക്ടർ പഠിച്ച സ്കൂളിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. പള്ളിയിൽ പോയി അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പോൾ മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ ദിവ്യ സാൻ. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മലയോര മേഖലയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഈ കച്ചേരിക്കടവ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സ്കൂളിൽ വീണ്ടും വരാൻ പറ്റി. 30 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു. ഇപ്പോൾ PhD കരസ്ഥമാക്കിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പഠനയാത്രയും ഈ PhD കരസ്ഥമാക്കാനുണ്ടായ ആ ഒരു സാഹചര്യങ്ങളും? ഞാൻ പഠിച്ച സ്കൂളാണിത്, കച്ചേരിക്കടവ് സെൻറ്റ് ജോർജസ് UP സ്കൂൾ. എൻ്റെ പഠന കാലയളവിന് തുടക്കം കുറിച്ച സ്കൂളാണ്. നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മുടെ അറിവ് തുടങ്ങുന്ന, നമ്മുടെ ബാലപാഠങ്ങൾ തുടങ്ങുന്ന ആ ഒരു കാലയളവാണ് LP UP ക്ലാസ്സുകൾ. അങ്ങനെ പാട്ടായിട്ടും അതേപോലെ പല ഡാൻസുകളായിട്ടും അതേപോലെ പല പല പരിപാടികളിലൂടെ നമ്മളെ നാമായിട്ട് വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സ്കൂളാണിത്. ഇവിടുത്തെ ക്ലാസ്സുകൾ, ഇവിടുത്തെ ടീച്ചേഴ്സ്, അവരൊന്നും ഒരു വാക്ക് അനുസ്മരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരുപാട് മേരിക്കുട്ടി ടീച്ചർ, CA മേരി ടീച്ചർ, അതുപോലെ സ്കറിയ സാറ്, ബ്രിജിത്ത ടീച്ചർ, എലിയമ്മ ടീച്ചർ, അങ്ങനെ ചാക്കോ സാറ്, അങ്ങനെ ഒരുപാട് പേര്, അതുപോലെ മട്ടന്നട്ടിലെ മേരിക്കുട്ടി ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും എന്നെ പഠിപ്പിച്ചവരാണ്. അതുപോലെ ജാസ്മിൻ സിസ്റ്റർ, അതുപോലെ സിസ്റ്റേഴ്സ് കുറേ ഉണ്ട്. അവർ ഇതുപോലെ തന്നെ ഇവിടെ ഇരുന്ന അച്ഛന്മാർ, നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് സഭയുടെ മാനേജർ അച്ഛന്മാർ, ഇവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. പഠിക്കാൻ മുന്നോട്ട് വരാൻ വേണ്ടി നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഒരു PhDയിലേക്ക് വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ അയൽവാസിയും എൻ്റെ തൊട്ടടുത്ത് ഒരു ടീച്ചറുമാണ്, തൊട്ടടുത്ത വീട്ടിലുള്ള ടീച്ചറാണ്, മേരിക്കുട്ടി ടീച്ചർ, മണിക്കൊമ്പേൽ മേരിക്കുട്ടി ടീച്ചർ എന്ന് പറയും. ഞങ്ങളെല്ലാം, എന്നെയും എൻ്റെ ചേട്ടനെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചറിൻ്റെ ചില സയൻസ് ക്ലാസ്സിലെ ചില ചോദ്യങ്ങൾ, ചില ചിന്തകൾ, അതൊക്കെയാണ് എന്നെ സയൻസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണമായത്. ആ ചിന്തകൾ, ആ ക്ലാസ്സുകൾ, അതെന്നും എനിക്ക്, ഞാനിവിടെ നിന്ന് പഠിച്ചതും ഇവിടെ ഇരുന്ന് കേട്ടതും എല്ലാം എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നെ 5 മുതൽ 7 വരെ സയൻസ് പഠിപ്പിച്ച ആളാണ്. അപ്പോൾ നമുക്കറിയാലോ, ചെറുപ്പകാലത്ത് സയൻസിൽ നമുക്ക് തരുന്ന അടിത്തറയാണ് നമുക്ക് പിന്നീട്, നമ്മളെത്ര വലിയ പഠിച്ചാലും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത്, ടീച്ചർ പഠിപ്പിച്ച ഗ്ലൂക്കോസിൻ്റെ റിയാക്ഷൻ, പിന്നെ ഫോട്ടോസിന്തസിസ്, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഇലകളിൽ വെച്ചിട്ട് ടീച്ചർ അതിങ്ങനെ പറയുന്നത് എനിക്കിപ്പോഴും ക്ലാസ് എടുക്കുന്ന ഓർമ്മയുണ്ട്. ഇലകളിൽ വെച്ചിട്ട് ചെടി വരച്ചെടുക്കുന്ന വേരും ലവണവും ചേർത്തുകൊണ്ടാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത്. ആ ക്ലാസ് ഇപ്പോൾ അതേപോലെ, ആ സെൻറ്റൻസ് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡോക്ടർ ദിവ്യ, നമ്മൾ പഠിച്ച സ്കൂള്, പിച്ച വെച്ച് വളർന്ന സ്കൂള് എന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ PhDയിൽ ഏത് വിഷയത്തിലാണ് നമ്മൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തത്? PhDയിൽ ഞാൻ ചെയ്തത് കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രി തന്നെ ബയോ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രിയിലാണ് ചെയ്തത്. അതായത് എൻ്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ്
നമ്മളിപ്പോൾ ആയുർവേദ മരുന്നുകളൊക്കെ നമ്മൾ കുടിക്കുന്നു, വാങ്ങുന്നു. അതുപോലെ അലോപ്പതി മരുന്നുകളുണ്ട്. കേരളം ആയുർവേദ ട്രീറ്റ്മെന്റിന് കുറേ കൂടി പ്രശസ്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്? നമുക്ക് കുറവുണ്ട്. പക്ഷെ നമുക്കത് അലോപ്പതിയോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനോട് മത്സരിക്കാൻ പറ്റുന്നില്ല. ആയുർവേദത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ എങ്ങനെ ഒന്ന് കുറയ്ക്കാം എന്ന് ഉള്ള ഒരു ചിന്ത എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്കുണ്ട്. പല വൈദ്യന്മാരും നല്ല മരുന്ന് കൊടുത്ത് പല രോഗങ്ങളും ഭേദമാക്കുന്നു. പക്ഷെ അവർക്ക് എല്ലാ രോഗങ്ങളും ഭേദമാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ റിയാക്ഷൻ? എന്തുകൊണ്ടാണ് നമുക്ക് ഇലകളിൽ നിന്ന് മരുന്നുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എൻ്റെ കുഞ്ഞുനാളിൽ മുതലുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ ഉള്ളിലെ ഒരു ചോദ്യമാണ്. അത് എന്നെ പഠിപ്പിച്ച പല അധ്യാപകരോടും ചോദിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, നീ ഇനിയും മുന്നോട്ട് പഠിക്കണം, ഇതിനെപ്പറ്റി നീ കണ്ടെത്തണം. പല 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 ക്ലാസ്സുകളിലും പല പല സ്ഥാപനങ്ങളിൽ ഞാനത് ചോദിച്ചു. അപ്പോൾ അവർ തന്നെ എനിക്ക് പറഞ്ഞു തന്ന കാര്യം, ഇതിനെപ്പറ്റി നീ കണ്ടുപിടിക്കണം, തീർച്ചയായും നീ ഗവേഷണം ചെയ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഗേറ്റ് കിട്ടിയതിന് ശേഷം 2016 ഞാൻ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിൽ 20th റാങ്ക് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ. ആ റാങ്കോടുകൂടെ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചപ്പോൾ ഡോക്ടർ KR ഹരിദാസ് സാറിൻ്റെ കീഴിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് PhD-ക്കുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ തന്നെ IIT NIയിലൊക്കെ അഡ്മിഷൻ കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ പഠിക്കണം എന്നൊരാഗ്രഹം, കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം കൊണ്ട്, നമ്മുടെ ക്യാമ്പസിൽ തന്നെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ തന്നെ PhD ചെയ്തു. സാറ് ആദ്യം തന്നെ സാറിൻ്റെ സബ്ജക്റ്റ് ഇതൊന്നുമല്ല, സാർ സോളാർ സെല്ലിനെ പറ്റിയും അതുപോലെ ഓർഗാനിക് സിന്തസിസിലൊക്കെയാണ് സാറ് ഗവേഷണം നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഇതായതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റോ കെമിസ്ട്രി, സാറിൻ്റെ വിഷയം ഇതൊന്നും അല്ലായിരുന്നിട്ട് കൂടി പോലും എൻ്റെ ഒരു ആഗ്രഹം പരിഗണിച്ചുകൊണ്ടാണ്, എൻ്റെ ഒരു അടക്കാനാവാത്തൊരാഗ്രഹം പരിഗണിച്ചുകൊണ്ടാണ് സാറ് ഈ ഒരു സബ്ജക്റ്റിൽ എന്നോട് PhD ചെയ്യാനുള്ള എല്ലാ സഹായവും എനിക്ക് തന്നത്. അപ്പോൾ സാറിന് ആ ഒരു കാര്യത്തിൽ മറ്റുള്ള സൂപ്പർവൈസർമാരൊന്നും അവനവൻ്റെ ആ ഒരു കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് ഡീവിയേഷൻസ് ആയിരിക്കും നമുക്ക് അനുവദിക്കുക. ഇത് പൂർണ്ണമായും എന്നെ എൻ്റെതായ രീതിയിൽ ഫ്രീഡം തന്നു, ഒരു സ്വാതന്ത്ര്യം തന്നുകൊണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ പറക്കാൻ ചിറകുകൾ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്നെ നയിച്ച എൻ്റെ 8 കൊല്ലം എൻ്റെ കൈപിടിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ KR ഹരിദാസ് സാറിനാണ് എനിക്ക് ഏറ്റവും തീരാത്ത ഒരു കടപ്പാടുള്ളത്. പല പല മേഖലകളിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് കൊറോണ വന്നു, അപ്പോൾ ലാബൊക്കെ പൂട്ടിപ്പോകേണ്ട സാഹചര്യം വന്നു. എന്നാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, നമുക്ക് ടെൻഷൻസ് ഒന്നുമില്ലാതെ ഈ കാലയളവ് 8 കൊല്ലവും ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഹരിദാസ് സാറല്ലേ, സാറിന് നമ്മുടെ ട്രൂ മീഡിയയുടെ ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഈ 8 വർഷം ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹം സഫലമാക്കി കൊടുത്തിരിക്കുകയാണ്. ആ പറക്കലൊരു ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹരിദാസ് സാറിന് ട്രൂ മീഡിയയുടെ വക ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ PhD എടുക്കാൻ വേണ്ടി ഇപ്പോൾ സാറ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് 8 വർഷക്കാലമായി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയുടെ, കൂട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും സ്വന്തം വീട്ടുകാരായാലും വളരെ സപ്പോർട്ടാണ്. പഠിക്കാൻ വേണ്ടി ഗേറ്റ് കിട്ടിയപ്പോൾ മുതൽ എല്ലാവരും പഠിക്കണം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഗേറ്റ് കിട്ടിയാലും അതേപോലെ എന്ത് കിട്ടിയാലും നമുക്ക് കുറച്ചുകൂടി പണം സമ്പാദിക്കുന്ന രീതിയിലേക്കാണ് എല്ലാവരും പോകുന്നത്. അല്ലാതെ കൂടുതൽ പഠിക്കാനും ഗവേഷണത്തിനൊന്നും ആരും മുതിരുന്നില്ല. പഠിക്കുന്ന കുട്ടികളായാൽ പോലും താല്പര്യമുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ലക്ഷ്യം മുന്നേറ്റം വെച്ചുകൊണ്ട് മാത്രമാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല, പഠിക്കണം, അറിയണം, മുന്നോട്ട് പോകണം എന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. കച്ചേരിക്കടവിൽ തന്നെ എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെ തന്നെ കച്ചേരിക്കടവ് തന്നെ ഉള്ളത്. പ്രകാശ് കപ്പലുമാക്കൽ, ജെസ്സി പ്രകാശ്, അതുപോലെ അവരുടെ മക്കൾ, അതേപോലെ തന്നെ ഡാഡിയുടെ അനിയൻ പിന്നെ പ്രഭാ മാത്യു ബാർക്കിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹവും എന്നെ ഒരുപാട് ഫിസിക്സ്, കെമിസ്ട്രി ആ ഒരു ഫീൽഡിൽ എന്നെ നിർത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരനായത്, എൻ്റെ തുടക്കത്തിൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് 10ാം ക്ലാസ്സിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തോടും ഈ ഒരു ഫീൽഡിൽ എനിക്ക് നിൽക്കാൻ, സയൻസ് ഫീൽഡിൽ ഇതുപോലെ നിലനിൽക്കാൻ ഒരു കാരണം അദ്ദേഹമാണ്. അതേപോലെ തന്നെ പിന്നെ ആൻറ്റിമാർ, മനീഷ ആൻറ്റി, അതേപോലെ തന്നെ ഡാഡിയുടെ മൂത്ത ബ്രദർ രാജ് KM, പുള്ളിയും ഇതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങി ഈ നാട്ടിൽ നിന്നും പഠിച്ച് മുന്നേറിപ്പോയ ആളാണ്. ബാങ്ക് മാനേജറായിരുന്നു. അതുപോലെ ഷാലി ആൻറ്റി, അവരും ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അതുപോലെ ഡാഡിയുടെ സിസ്റ്റർ മേരി. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇത്രയും ഈ 8 വർഷക്കാലം നമ്മൾ കടന്നു പോകുമ്പോൾ, പഠനം മാത്രമായി രാപകൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഉറക്കമില്ലാതെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് വളരെയധികം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാലയളവിൽ ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ എത്താൻ സാധിക്കില്ല. നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും ഓരോ പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോഴും
ഈ പറഞ്ഞതുപോലെ ഡൈഡാനിയനെ നമ്മൾ പാപ്പ എന്നാണ് വിളിക്കുന്നത്. പ്രഭുപാപ്പൻ ഈ പറഞ്ഞതുപോലെ എത്ര തിരക്കിനിടയ്ക്കാണേലും അതിനൊരു ഡയറക്ഷൻ, അതിനൊരു ചിന്ത അത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡിഗ്രി പാസ്സായ സമയത്ത് എനിക്കിവിടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ് MSc-ക്ക്. പക്ഷേ എന്നാലും ഡാഡിയുടെ കസിൻ ബ്രദറാണ് IAS ഓഫീസറായ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയ KJ മാത്യു. അദ്ദേഹം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, ഇവിടെ പഠിക്കേണ്ട, ഞാൻ പഠിച്ച സ്കൂളിൽ പഠിക്കണം, പാലാ സെൻറ് തോമസിൽ പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ പഠിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും എന്നെ ഇൻസ്പയർ ചെയ്ത മറ്റൊരു വ്യക്തിത്വമാണ്. കാരണം നമുക്ക് ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഞങ്ങളോടൊപ്പം വന്നവരാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടുന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ആൾക്കാർ ചെറുപ്പത്തിൽ മുതലേ പഠിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുന്നുണ്ടോ എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാർ മരിച്ച് മണ്ണടിഞ്ഞു പോയി. പഠിപ്പിച്ച ടീച്ചേഴ്സും ഒരുപാട് പേര് മരിച്ചു പോയി. പ്രത്യേകിച്ച് ചാക്കോ സാർ എന്നൊക്കെ പറഞ്ഞ് മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിച്ച സാറൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. പാലക്കുന്ന് ചാക്കോ സാറൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഞാനതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. കണക്കിൻ്റെയൊക്കെ ബാല്യപാഠങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അത് ചെറിയ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ തീർന്നു. നമ്മൾ എത്ര മുന്നോട്ട് ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അടിത്തറ ശരിയല്ലെങ്കിൽ എല്ലാം തീർന്നു. അപ്പോൾ അങ്ങനെ സഹായിച്ച ഒരുപാട് അധ്യാപകരുടെ ഓർമ്മ എൻ്റെ ഉള്ളിൽ നിറയുകയാണ്. ചില ആളുകളെ നമുക്ക് പരിചയപ്പെടാം, ചില ആളുകൾ ഇപ്പോഴും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഡോക്ടർ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ അടിത്തറ ഭദ്രമായത് കൊണ്ടാണ് ഈ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അടിത്തറ പാകിയ ഈ സ്കൂളിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ റിസർച്ചിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഏതിലൊക്കെയാണ് ഗവേഷണം നടത്തിയതെന്നൊക്കെ. അതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾക്ക് കച്ചേരിക്കടവിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് പറയാം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് അഭിമാനം തോന്നുന്നു. എൻ്റെ മക്കളുടെ ഒരാൾ, മക്കളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, എൻ്റെ മക്കളുടെ ഒരാൾ ഇങ്ങനെ വന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ പിറ്റേ ദിവസം തന്നെ പേപ്പറിനകത്ത് കണ്ട് അന്നേരം തന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ കൊടുത്തു. സന്തോഷമായിട്ടുണ്ട്. എൻ്റെ പപ്പയെ പഠിപ്പിച്ചാണ്, അതാണ് ഏറ്റവും വലിയ. ആ ടീച്ചറുടെ തന്നെ എനിക്കും പഠിക്കാൻ പറ്റി. അതുപോലെ കണക്കിൻ്റെ ക്ലാസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ഇപ്പോഴും വലിയ വലിയ സ്ഥലത്തൊക്കെ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ടീച്ചർ പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ ദശാംശം എഴുതി കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് കൂട്ടി വായിക്കാൻ പാടില്ല. അതെൻ്റെ ടീച്ചർ പഠിപ്പിച്ചതാണ്. ഞാൻ ഇപ്പോഴും അത് പല ക്ലാസ്സുകളിലും പഠിപ്പിക്കും. ചില ആൾക്കാർ ദശാംശം കഴിഞ്ഞതിന് ശേഷം ഉള്ള സംഖ്യ കൂട്ടി വായിക്കും. ഇപ്പോൾ പോയിന്റ് 67 വായിക്കേണ്ടത്, അത് 67 വായിച്ചപ്പോൾ 67 വായിച്ചപ്പോൾ അന്ന് തന്ന ആ ഒരു ചിന്ത, അന്ന് തന്നപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ള ആ ഒരു വാക്ക്, അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അധ്യാപന ജീവിതത്തിലെ മികച്ചൊരു വിദ്യാർത്ഥിയാണ് ദിവ്യ. ദിവ്യയുടെ ഫാദർ എന്നെ ചെറുപ്പം മുതലേ അറിയുന്നതാണ്. ഞങ്ങൾ കുടുംബക്കാർക്ക് വളരെ സുഹൃത്തുക്കളാണ്. പപ്പയുടെ കൂടെ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ആളാണ് ദിവ്യയുടെ പിതാവ്. അതുകൊണ്ട് ദിവ്യനെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാം. പിന്നെ അടൂർ എൻ്റെ കൂടെ സ്കൂളിൽ വരുമ്പോൾ പലപ്പോഴും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ചെറുപ്പം നാളില് പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു കല്യാണം തന്നെ വിനോദ് സാറിൻ്റെ കല്യാണമാണ്. അപ്പം അത്രയ്ക്ക് നമ്മൾ കുടുംബക്കാരായിട്ട് അത്രയും നമുക്ക് ബന്ധമുള്ള ആളാണ്. അതിനുപരി കെമിസ്ട്രി എന്ന് പറയുന്നത് ഫിസിക്സും മാത്സുമായിട്ട് റിലേറ്റഡ് ആണ്. അതിനൊരു ചിന്ത തന്നത് വിനോദ് സാറാണ്. അത് വേറെ ഇപ്പോൾ പല സ്ഥലത്തും പഠിച്ചു, പക്ഷേ ആ തുടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിനോദ് സാറിനാണ്. പല ആളുകളും മാത്സ് പഠിപ്പിക്കുന്നത് മാത്സിൻ്റെ പ്രോബ്ലം ചെയ്തു പോകും, എന്തുകൊണ്ടാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ മാത്സിനെ ഇത്ര എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത്ര ലെജിബിളായിട്ട് അവതരിപ്പിച്ച ഒരു അധ്യാപകൻ ഞാൻ കണ്ടിടത്തോളം വിനോദ് സാറാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊന്നും എനിക്ക് മറക്കാനാവില്ല. ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് പേടിയാണ്. ആ പേടി മാറ്റി എന്തിന് ചെയ്യുന്നു, നമുക്ക് എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് പറഞ്ഞു തന്ന സാറ് വിനോദ് സാറാണ്. സാറ് പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഞാൻ ഇപ്പോഴും പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പറയുന്നത്. ഇവള് നല്ല കോമ്പറ്റേറ്റീവായ ഒരു കുട്ടിയായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്ക് വെച്ചിൻ്റെ മുന്നേ ഇരുന്നാണ് പിള്ളേർ പഠിക്കുന്നത്. അന്നത്തെ കാലമാണെന്ന് ഓർക്കണേ. അതിലാണേലും ദിവ്യ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, മോർ ദാൻ ഹെർ ബ്രദർ. എപ്പോഴും അവളുടെ വീട്ടിൽ തന്നെ പറയുമായിരുന്നു, അവനെ വഴക്ക് പറയുമായിരുന്നു, ഇവള് നല്ലതായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. അതിനെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയെ പോലെ ആയിരുന്നു ഇവളെ കരുതിയിരുന്നത്. ഒറ്റ ക്ലാസ്സിൽ ഇവർ 3 കുട്ടികളായിരുന്നു ടോപ്പ്. എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. ഞങ്ങൾ 3 പേരെ എപ്പോഴും
1 മുതൽ 7 വരെ ഒന്നിച്ച് പഠിച്ചു. പിന്നെ ഹൈസ്കൂൾ സെക്ഷനും അതെ, ഹയർ സെക്കൻഡറി സെക്ഷനും അതെ. എന്നെ കണ്ടാൽ ടീച്ചറുടെ മോൾ എന്തിൽ എവിടെയെന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം അത്രയും കൂട്ടായിരുന്നു, നല്ല കൂട്ടായിരുന്നു. വീഡിയോ കാണിക്കാനുള്ള എനിക്ക് ഏറ്റവും പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ ഫ്രണ്ട് എൻലിനാണ്. ഇവിടെ ഇല്ലാതായി പോയി, അപ്പോൾ വിദേശത്തായതുകൊണ്ട്. അപ്പോൾ എൻലിൻ എനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അത്രയും കോമ്പറ്റീഷനുമാണ്. ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിച്ച് എഴുതി ആ ഒരു മെത്തേഡായിരുന്നു. അപ്പം അതുപോലെ തന്നെ കുന്നോത്ത് ഹൈസ്കൂളിലേക്ക് സജസ്റ്റ് ചെയ്തത് ടോമി സാറാണ്. പഠിക്കണം, നന്നായി വരണം എന്നുള്ളത് ഒരു വാക്ക് പറഞ്ഞത് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറാണ് മുൻകൈ എടുത്തിട്ട് കുന്നോത്ത് സ്കൂളിലായാലും എടൂർ സ്കൂളിലായാലും കൊണ്ട് ചേർക്കാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഫാദറിനോട് പറഞ്ഞ് മുൻകൈ എടുത്ത് ചെയ്തത്. സാറിനെയും, ടോമി സാർ ഈ വാർഡിലെ മെമ്പറാണ്, സാറിനെയും ഈ ഒരു അവസരത്തിൽ എന്നോട് ഓർക്കുന്നു. അപ്പോൾ ദിവ്യ, നമ്മള് ഒരുപാട് വിശേഷങ്ങൾ ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മുടെ PhD ലഭിച്ചു, വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനകത്താണ് നമ്മളത് ഗവേഷണം ചെയ്തത്. അതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. അതായത് കൂർക്ക ഫാമിലിയിൽപ്പെട്ട 3 പ്ലാന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. പനിക്കൂർക്ക, ചുമക്കൂർക്ക, അതുപോലെ എരുവേലി എന്ന് പറഞ്ഞ 3 പ്ലാന്റ്സ്. 3 പ്ലാന്റ്സ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ചുമക്കൂർക്കയുടെ നീര് തേനിൽ ചതച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു പനിയും ചുമയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് ഒരു പരിധിവരെ. അതേപോലെ നമ്മൾ അതിൻ്റെ നീര് നെറുകയിൽ കൊടുക്കുമ്പോൾ അതിനും അതിൻ്റെതായ ഒരു ഫലം തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? പക്ഷേ എന്നാലും വലിയ ഫീവർ ഒന്നും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നുമില്ല. എന്താണ് ഇതിൻ്റെ പോരായ്മകൾ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലെ സംശയങ്ങളായി വന്നത്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ PhD കണ്ടുപിടിച്ചത്. ഈ ചെടിക്കകത്തു നിന്നൊക്കെ മരുന്നായിട്ടുള്ള കോമ്പൗണ്ട്സ് വേർതിരിച്ച് 18 കോമ്പൗണ്ടുകൾ വേർതിരിച്ചു. 18 കോമ്പൗണ്ടുകൾ നമ്മൾ ഈ ചെടിയിൽ നിന്നും വേർതിരിച്ചെടുത്തു. അപ്പോൾ ആ 18 കോമ്പൗണ്ട് നമ്മൾ വേർതിരിച്ചെടുത്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി അതിനെ മരുന്നാക്കി മാറ്റണമെങ്കിൽ മാറ്റാം. ചിലതൊക്കെ നമ്മൾ മരുന്നിൻ്റെ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇനിയും അടുത്ത വർക്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ എരുവേലി എന്ന് പറഞ്ഞൊരു ചെടി നമ്മൾ ആയുർവേദത്തിൽ പല മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് കൂടുതൽ പ്രചാരത്തിലില്ല. ഇപ്പോഴും നമ്മൾ പനിക്കൂർക്കയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ പനിക്കൂർക്കയെക്കാളും മെഡിസിനൽ വാല്യൂ ഒന്നുകൂടി മികച്ചു നിൽക്കുന്ന ഒരു ചെടിയാണ് എരുവേലി. അത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ കുറച്ചുകൂടി ആയുർവേദത്തെപ്പറ്റി പഠിച്ച ഡോക്ടേഴ്സാണ് അതൊന്നുകൂടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെടിയിൽ നിന്നൊക്കെ നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ള ക്രിസ്റ്റൽസ് ആണ് നമുക്ക് കോമ്പൗണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് ബയോ ആക്ടിവിറ്റി ഉണ്ട്. അതിപ്പം അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് വരെ, അപസ്മാരം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, ഡയേറിയ, കണ്ണിൻ്റെ അസുഖങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ മെഡിസിനൽ കോമ്പൗണ്ട് നമ്മൾ ഓരോരോ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ സോക്സൈറ്റ് എക്സ്ട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ആ കോമ്പൗണ്ടിനെ നമ്മൾ വേറെ ആയിട്ടുള്ള പോളിമേഴ്സുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ മരുന്ന് ആയുർവേദത്തിൽ നമ്മൾ കൊടുക്കുന്നത് ആ ചെടിയുടെ എക്സ്ട്രാക്ഷൻ, ഇപ്പോൾ വാട്ടർ എക്സ്ട്രാക്ഷനാണ് നമ്മുടെ കഷായങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം നമ്മളൊരു കഷായം പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ കഷായം വെള്ളത്തിൽ തിളപ്പിച്ച് നമ്മളൊരു ചെടിയെ മരുന്നാക്കി മാറ്റുമ്പോൾ വാട്ടറിൽ ലയിക്കുന്ന കോമ്പൗണ്ടുകളാണ് പ്രധാനമായും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇനി വാട്ടറിൽ ലയിക്കാത്ത കോമ്പൗണ്ടുകളുണ്ട്, അവയെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല. ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കെമിസ്ട്രി ലാബിൽ ചെയ്യുമ്പോൾ ഹെക്സൈൻ, ഈഥൈൽ അസിറ്റേറ്റ്, അതേപോലെ തന്നെ എത്തനോള് പോലെയുള്ള സോൾവെന്റിൽ നമ്മൾ ഈ ചെടികളെ എക്സ്ട്രാക്ഷൻ ചെയ്ത് അതിൽ ലയിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ കണ്ടെത്തുകയും അവയെ സെപ്പറേറ്റ് ചെയ്യും. ഒരു ചെടിയിൽ നിന്ന് ആയിരക്കണക്കിന് കോമ്പൗണ്ടുകൾ വരും. അതിനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വ്യത്യസ്തമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം കഴിവുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുമാണ് ഞാൻ എൻ്റെ 8 വർഷ കാലയളവ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ജേണലിൽ, അമേരിക്കയുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ജേണലിൽ നമ്മൾ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതേപോലെ തന്നെ റഷ്യയുമായിട്ട് ചേർന്നൊരു വർക്ക് ചെയ്തു. റഷ്യയിലെ ഒരു സയൻസ് നിപിൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അവിടുത്തെ അവരുടെ സൂപ്പർവൈസറുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ എരുവേലി എന്ന് പറഞ്ഞ ചെടിയിൽ നിന്ന്
നാല് പ്രത്യേക മെഡിസിനുകൾ പുറത്തെടുക്കുകയും അത് കൈറ്റോസ എന്ന് പറഞ്ഞൊരു പോളിമറുമായിട്ട് മിക്സ് ചെയ്യുകയും രണ്ടിനെയും നാനോ രൂപത്തിലേക്ക്, നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹, അതായത് വളരെ ചെറിയ രീതിയിലേക്ക്, ചെറിയ സൈസിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത കോമ്പൗണ്ടിന് ബയോ ആക്ടിവിറ്റി, അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, അതായത് ബാക്ടീരിയക്കെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുള്ളതായി നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അതാണ് നമ്മൾ റഷ്യ അവരുമായി ചേർന്ന്, അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതേപോലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്ത വർക്ക്. അതാണ് നമ്മുടെ PhDയുടെ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വർക്ക്. അപ്പോൾ നമുക്ക് ഇനിയും 18ഓളം കോമ്പൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 1-2 മാത്രമാണ് മുന്നോട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ 8 വർഷത്തെ കാലയളവ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ PhDക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഡാറ്റയുടെ അളവും ഏകദേശമായി. കാരണം അതിൻ്റെ സ്പെക്ട്ര IR, UV, NMR, LCMS പോലുള്ള സ്പെക്ട്രകളൊക്കെ എടുത്ത് അതെല്ലാം അനലൈസ് ചെയ്ത് ഈ കോമ്പൗണ്ട് സ്ട്രക്ചറും നമ്മൾ വരച്ചു. ഈ ചെടിക്കകത്തുള്ള കോമ്പൗണ്ട് എന്താണെന്ന് അതിൻ്റെ പേര് പോലും നമുക്ക് ഇടാൻ കഴിയില്ല. അത്രയും വലിയ ഹ്യൂജ് മാസ് ഉള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുകയും അത് ഇനി കൂടുതൽ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ് ഡോക്ടറിന് അപ്ലൈ ചെയ്യുകയും പിന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ശക്തിവേൽ സാറിൻ്റെ കൂടെ പോസ്റ്റ് ഡോക്കിന് അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ബയോഡീസൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതേപോലെ ചെടിയിൽ നിന്ന് ഞാനിപ്പോൾ മരുന്നാണ് കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ ആ കോമ്പൗണ്ട്സിനെ ബയോഡീസലാക്കി മാറ്റിയാൽ നമുക്ക് നാളെ നാടിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് നമ്മുടെ എനർജി പ്രോബ്ലംസ് ഒക്കെ പരിഗണിച്ചു കൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ശ്രമം അതാണ് ഇനി അടുത്ത വർക്ക്, ഫ്യൂച്ചർ വർക്ക് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെയല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു തുള്ളി എക്സ്ട്രാക്റ്റ് കിട്ടുള്ളൂ. ആ ഒരു തുള്ളി എക്സ്ട്രാക്റ്റ് കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ വീണ്ടും റിപ്പീറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് പല കർഷകരും, ആർളം സൈഡിലുള്ള പല കർഷകരും എനിക്ക് അവരുടെ കൃഷിയിടങ്ങളിലെ ചെടി മുഴുവൻ എനിക്ക് ബൾക്കായിട്ട് 50 കിലോ 1 കിൻഡൽ ചെടി, ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് ഇത്ര എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊക്കെ കൊണ്ടുപോയി ഉണക്കി പൊടിച്ച് പൗഡറാക്കിയിട്ടാണ് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അവിടെയുള്ള കുറേ കർഷകർ എനിക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കൂർക്ക പ്ലാന്റ്സ് എനിക്ക് വിട്ടു തന്നു. അതിൽ നിന്ന് എനിക്ക് വൈറ്റ് ക്രിസ്റ്റൽസാണ് എനിക്ക് കിട്ടിയത്. ഇനിയും സ്റ്റഡി ചെയ്യാനുണ്ട്. വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്, സോൾഡ് നമ്മുടെ ഉപ്പ് കല്ല്, പഞ്ചസാര കല്ല് പോലെയുള്ള തരികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തിസിസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു മറ്റുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആളുകൾക്ക്, ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒരു പുതിയ അറിവാണ്. ചെടിക്കകത്ത് നിന്ന് ഇത്തരം ക്രിസ്റ്റൽസ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്കും എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രിസ്റ്റൽസ് ഒക്കെ ചെടിയിൽ നിന്നും കിട്ടുന്നത്? ചെടിയുടെ കളറ് പച്ചയിലായതുകൊണ്ട് പച്ചയാണ്, ആ കളറെല്ലാം മാറി വൈറ്റ് ക്രിസ്റ്റൽസ്. അത് ചിലതിന് ഫ്ലൂറസൻസ് എഫക്റ്റാണ്, അതിങ്ങനെ രാത്രിയിൽ പ്രകാശം പുറത്തേക്ക് വിടുന്ന രീതിയിലുള്ള എഫക്റ്റാണ്. ചിലതായി ഇരുന്ന ഭാഗം കരിഞ്ഞു പോകും. നമ്മളിപ്പോൾ ഒരു കവറും കൊണ്ടാണ്, ഒരു കടലാസ് കൊണ്ടാണ് നമ്മളതിനെ പൊത്തി വെച്ചിരിക്കുന്നതെങ്കിൽ അതത് കരിഞ്ഞു പോകും. അത്രയ്ക്ക് എഫക്റ്റ് ചെടിയിൽ നിന്നുള്ളൊരു കെമിക്കലിനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം അത്തരം ആ ഒരു ലോകം നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എൻ്റെ ഒരു റിസർച്ച് ഗവേഷണത്തിൻ്റെ ഒരു മധുരമാർന്ന ഒരു ഓർമ്മകൾ. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സംതൃപ്തയാക്കുന്ന ചില, നമുക്ക് മാത്രം അവകാശപ്പെട്ട, നമുക്ക് മാത്രം കാണാൻ പറ്റിയ ആ ചിന്തകളും ആ കാഴ്ചയും ക്രിസ്റ്റലിൽ തെളിഞ്ഞു വരുന്നതും അതൊക്കെ കെമിസ്ട്രിയുടെ ഒരു സന്തോഷം തരുന്ന ഒരു മേഖലയാണ്. 8 വർഷം കൊറോണ വന്നു, എല്ലാവരെയും പോലെ തന്നെ നമുക്കും ബുദ്ധിമുട്ട് വന്നു. നമ്മൾ ചെയ്തതെല്ലാം, ലാബ് മുഴുവൻ ക്ലോസ് ചെയ്തു. നമ്മൾ ചെയ്ത കെമിക്കൽസുകളും നമ്മൾ ചെയ്ത എല്ലാ എക്സ്ട്രാക്ഷനും ഒന്നായി പൂട്ടേണ്ടി വന്നു. അവിടെ നമുക്ക് 6 മാസത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടങ്ങിയ അവസ്ഥയിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാം കളഞ്ഞു, വീണ്ടും ചെയ്തു. അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നേ നമുക്ക് ചെയ്യാനുണ്ട്. കൊറോണയ്ക്ക് ശേഷം നമുക്ക് ലാബ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയ ആ കാലം മുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ മുഴുവനും വർക്ക് പോയി. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ചെയ്ത പല ആൾക്കാരും നേരിട്ടൊരു പ്രശ്നമാണ്. പക്ഷേ ആ സമയത്ത് ഗവൺമെൻറ്റും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും അതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയാലും നമ്മളോടൊപ്പം ഗവേഷക വിദ്യാർത്ഥികളോടൊപ്പം നിന്നു. നമ്മുടെ അറ്റൻഡൻസ്, കാര്യങ്ങൾ, ഫെലോഷിപ്പ് എല്ലാം ശരിയാക്കി തന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ PhD ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാമിലൂടെയാണ്. ഗേറ്റ് എൻട്രി വഴി നേരിട്ട് എൻട്രി കിട്ടിക്കൊണ്ടാണ് PhDയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന VC ഗോപിനാഥൻ സാർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാലയളവിൽ ഈ 8 വർഷത്തോളം യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഫെലോഷിപ്പോടുകൂടെ PhD കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അത് യൂണിവേഴ്സിറ്റിയോടും ഗവൺമെൻറ്റിനോടും വളരെ നന്ദി അറിയിക്കുന്നു. 1 മുതൽ 7 വരെ ഇവിടെ അംഗനവാടിയുണ്ട്, കച്ചേരിക്കടവ്, അവിടെ നിന്നാണ് തുടങ്ങിയത്. 1 മുതൽ 7 വരെ സെൻറ്റ് ജോർജസ് UP സ്കൂൾ, നമ്മളിപ്പോൾ കണ്ട UP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 8, 9, 10
കുന്നോത്ത്, ഇപ്പം അത് ഹയർ സെക്കൻഡറി ആയി, കുന്നോത്ത് ഹൈസ്കൂളിലാണ് പഠിച്ചത്. കുന്നോത്ത് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരു മാത്തുക്കുട്ടി സാറുണ്ട്, എപ്പോഴും എന്നും പഠിക്കാൻ വേണ്ടി ഓരോ ദിവസവും നമ്മളെ പ്രചോദനം ചെയ്യുന്നത്. അതുപോലെ മാത്സ് പഠിപ്പിച്ച ലീലാമ്മ ടീച്ചർ, സെലിൻ ടീച്ചർ, അങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ട്. മൈക്കിൾ സാറ്, പിന്നെ ഒരു ഹിന്ദി പഠിപ്പിച്ച അധ്യാപകർ, ഒരുപാട് മലയാളം പഠിപ്പിച്ച ചാക്കോ സാറ്, ഏലിയാമ്മ ടീച്ചർ, പേര് പറയാൻ പറ്റാത്ത അത്രയും ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഓരോ ചോദ്യം ഞാൻ ക്ലാസ്സിൽ ചോദിക്കുമ്പോഴും അതിനൊന്നും ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അതിന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷ നൽകിയത് അവരാണ്. ദിവ്യ, ഇതിനുത്തരം നീ ഉയരങ്ങളിൽ പഠിക്കണം എന്ന് നമുക്കൊരു പ്രോത്സാഹനം നൽകിയ അധ്യാപകരാണ്. അപ്പോൾ ആ അധ്യാപകരാണ് നമ്മുടെ പഠിത്തത്തിൽ നമ്മളെ പിന്നെയും നയിച്ചവർ. പിന്നെ +2 പഠിച്ചത് എടൂർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇപ്പോൾ വിനോദ് സാറിനെ നമ്മൾ കണ്ടല്ലോ. സാറിൻ്റെ കൂടെയുള്ള അധ്യാപകർ തീർച്ചയായിട്ടും അതിനെല്ലാ പ്രചോദനം നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതേപോലെ റിജോ സാർ ഫിസിക്സ് പഠിപ്പിച്ച് അവരൊക്കെ നമ്മളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരാണ്, പഠനത്തിലേക്ക് നയിച്ചവരാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പറയാവുന്നത് നിർമ്മലരി കോളേജാണ്. പിന്നെ ശ്രീവേഷ്കറിനോടൊപ്പം ഞാനും അവിടെ പഠിച്ച ആളാണ്. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. നിർമ്മലരി കോളേജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു അനുഭവം തന്നെയാണ്. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ അനുഭവമാണ്. ലൈബ്രറി, വിശാലമായ ലൈബ്രറി, പഠിക്കാനും വായിക്കാനും ഉള്ള ലൈബ്രറി അന്തരീക്ഷം. അതേപോലെ തന്നെ അവിടുത്തെ അധ്യാപകർ, വത്സല സാറ്, ശൈല മിസ്, റോസി ടീച്ചർ, അതേപോലെ ഇമ്മാനുവൽ സാർ, എല്ലാവരും അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. ജോസഫ് സാറ്, പ്രിൻസിപ്പൽ ജോസഫ് സാർ, അതേപോലെ തന്നെ മാണി അച്ഛൻ, ടെസ്റ്റ് ടീച്ചർ, പിന്നെ JP സാറ് ഹിന്ദിയിലെ, എല്ലാവരും. പിന്നെ അതേപോലെ നമ്മുടെ NCCയുടെ സാറുമാർ, NCC ഒരു അംഗമായിരുന്നു, NCCയുടെ കോളേജിന്റെ SU ഒക്കെ ആയിരുന്നു. ഡിഗ്രി വരെ അവിടെ. അവിടെ ശേഷം പാലാ സെന്റ് തോമസിൽ MSc പഠനം പൂർത്തിയാക്കി. പാലാ സെന്റ് തോമസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡാഡിയുടെ കസിൻ ബ്രദറായ KJ മാത്യു സാറ് പഠിച്ച സ്ഥലമാണത്. അതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചത്, മുൻ ചീഫ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ആ കോളേജിന്റെ റാങ്കോടുകൂടെ പാസ്സായതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഫസ്റ്റ് റാങ്കും IAS-ന്, ഇന്ത്യയിൽ 4th റാങ്കും വാങ്ങിയ ആളാണ്. അപ്പോൾ അവിടെ തന്നെ പഠിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ പാലാ സെന്റ് തോമസിൽ പോയത്. അവിടെയും മികച്ച അധ്യാപകരാണ് പഠിപ്പിച്ചത്. എല്ലാവരും നമ്മുടെ ഇതുപോലെ തന്നെ ലൈബ്രറി, വിശാലമായ ലൈബ്രറി, നമുക്ക് പഠിക്കാനും വായിക്കാനും നമ്മുടെ അറിവിനെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ഒരു സാഹചര്യം അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ ക്ലാസ് റൂമുകളും ലാബായാലും എല്ലാം മികച്ചതായിരുന്നു. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ദിവ്യയുടെ വീട്ടിലാണ്. ദിവ്യ കൊച്ചു മുതലേ കളിച്ച് വളർന്ന വീടാണിത്. അപ്പൊ ദിവ്യ, വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല? വീട്ടുകാരൊന്നുമില്ല, എല്ലാവരും വിദേശത്താണ്, ഓസ്ട്രേലിയയിലാണ്. ചേട്ടനോടൊപ്പം. ചേട്ടൻ്റെ പേര് നിതിൻ സാൻഡ്. ചേട്ടനും വലിയ കലാകാരനാണ്, പാട്ടുകാരനാണ്, തബലിസ്റ്റാണ്. അതുപോലെ അവിടെയും ഇതുപോലെ മ്യൂസിക്കൽ DJ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പാടും. എല്ലാവരും ഡാഡിയായാലും എല്ലാവരും കുടുംബപരമായിട്ട് എല്ലാവരും പാട്ടിനോട് വാസനയുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് പാട്ട് പഠിക്കാൻ എനിക്ക് പേരാവൂർ കലാമന്ദിറിൽ എത്തിച്ചേർന്നതും. കലാമന്ദിറിൽ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിൽ. അപ്പം അതേപോലെ തന്നെ പിന്നെ എല്ലാ കുടുംബക്കാരും പൊതുവെ എല്ലാവരും പാട്ട് പാടുന്നവരാണ്. പള്ളിയിൽ കൊയർ കാര്യങ്ങൾ, പിന്നെ ശാലോം TV-യിലുണ്ടായിരുന്നു, പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ അറിയാലോ, പ്രെയർ തൊട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും, സ്കൂളുകളിലെല്ലാം ആ പ്രെയർ തൊട്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ് എല്ലാ യുവജനോത്സവ പരിപാടികളിലെല്ലാം. അപ്പോൾ ഇതുവരെ പഠിച്ച കാലങ്ങളിലെല്ലാം ഇത്രയും കാലം ഇപ്പം 30 വർഷത്തോളമായി പഠിക്കുന്നു. അതിൽ യൂണിവേഴ്സിറ്റിയിലൊഴികെ PhD ചെയ്ത സമയത്ത് 8 വർഷത്തിലൊഴികെ ബാക്കി എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു കലോത്സവത്തിലും സ്കൂളിലായാലും കോളേജിലായാലും പങ്കെടുക്കാറുണ്ട്. ശ്രീവേഷ്കറും അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കോളേജിൽ നമ്മളോടൊപ്പം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പല വേദികളിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ അമ്മയും എൻ്റെ പപ്പയും എൻ്റെ ഡാഡിയുമാണ്. ഞാൻ രാത്രികളിലൊക്കെ പഠിക്കുമ്പോൾ, രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഉറങ്ങുന്ന സമയത്തും എനിക്ക് പോലും, ഒരു പേരൻ്റായി എനിക്ക് പോലും അത്രയും എൻ്റെ മകളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും ആഗ്രഹത്തോടുകൂടെ ഞാൻ ഇത്തരം PhD എടുക്കണം, ഡോക്ടർ ആവണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എൻ്റെ ഡാഡിയും മമ്മിയും അതുപോലെ എൻ്റെ ചേട്ടനും, അവരാണ് അതുപോലെ ചേട്ടൻ്റെ വൈഫ് ചേച്ചിയും, പിന്നെ മക്കളുണ്ട് ഡേവിഡ്, പിന്നെ ഇമ്മാനുവൽ, ഡെറിക്, അതുപോലെ തന്നെ അവർ 3 പേരും, 3 മക്കൾ ആൺകുട്ടികളാണ്, അവർ 3 പേരും, ഡാനി. അപ്പോൾ ഇത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും. ഹസ്ബൻഡിന്റെ പേര് പ്രസാദ്, ഗിറ്റാറിസ്റ്റ് ആണ്, കലാകാരനാണ്. അപ്പോൾ കലയോടുള്ള വാസനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കലാമന്ദിർ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്.
പിന്നെ സ്കൂൾ കോമ്പറ്റീഷൻ സമയത്ത് അറിയാലോ, കോമ്പറ്റീഷൻ ഫീൽഡിൽ കുട്ടികളെ കൊണ്ടുപോവുകയും പിന്നെ ഗാനമേള, അതുപോലെ ആകാശവാണി, അതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു കലാകാരനാണ്. കലയാണ് പുള്ളിയുടെ ജീവിതം, കലാ ഫീൽഡിലാണ്. മോളുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതീന തൊണ്ടി സ്കൂളിലാണ് പഠിക്കുന്നത്. പേരാവൂര്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇവരെല്ലാവരും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡാഡിയുടെ ബ്രദേഴ്സ് ആയാലും എല്ലാവരും എന്നെ ഒരുപാട് പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരാണ്. PhD എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒറ്റയ്ക്കുള്ള ഒരു നേട്ടമല്ല, ഒരിക്കലും അത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള നേട്ടമല്ല. കൂട്ടായ്മയുടെ, നമ്മളെ സമൂഹം, നാട്ടുകാര്, അതുപോലെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകര്, നമ്മുടെ പേരൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളെ കൈകോർത്ത് പിടിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ PhD എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്കൊക്കെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ഒറ്റയ്ക്ക് നേടുന്ന നേട്ടമല്ല. നാടും നാട്ടുകാരും, അതേപോലെ ഇതുവരെ ഞാൻ എല്ലാ കോളേജുകളിലും മെറിറ്റോടുകൂടെ പഠിച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ കോളേജുകളിലാണ് അധികവും ഞാൻ പഠിച്ചത്. അപ്പം അതൊക്കെ ഓരോ അനുഭവങ്ങളായിരുന്നു, ഇത്ര കാലത്തെ ഓരോരോ അനുഭവങ്ങളായിരുന്നു നമുക്ക്. അപ്പോൾ എല്ലാവരോടും, അധ്യാപക സമൂഹത്തോടും നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരോടും ഇത്ര എത്തിച്ചേരാൻ എല്ലാവരും സഹായിച്ചതിൽ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദിവ്യ എല്ലാവരോടും നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു. അപ്പോൾ ദിവ്യയുടെ പപ്പയും ഡാഡിയും മമ്മിയും ഓസ്ട്രേലിയയിലാണുള്ളത്, ചേട്ടനുള്ളത്. അപ്പം അവർക്കും നമ്മുടെ ട്രൂ മീഡിയയുടെ വക ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു മലയോര മേഖലയിൽ, ഈ ഒരു നാട്ടിൽ നിന്ന് ഒരു PhD കരസ്ഥമാക്കാൻ നിങ്ങളുടെ ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഇതിന് പ്രചോദനം ആയത് എന്ന് തന്നെ ദിവ്യ ഇവിടെ പറഞ്ഞു. അപ്പോൾ ദിവ്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, സുഹൃത്തുക്കൾക്കും, പാരൻസിനും, കുടുംബക്കാർക്കും ഒക്കെ ട്രൂ മീഡിയയുടെ വക വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഡോക്ടർ ദിവ്യയുടെ നല്ലൊരു കലാകാരി കൂടിയാണ്. അതുകൊണ്ട് ദിവ്യയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്കളേ, ആരും പാടാത്ത പല്ലവി കാതിൽ മൂളുമീ